ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ഇതേതാ ക്ഷേത്രം എന്ന് മനസ്സിലായോ? വടകര താലൂക്കിലെ ശ്രീ ഭഗവതി കോട്ടക്കൽ ക്ഷേത്രമാണ്. ഞാൻ ഇന്ന് രാവിലെ തന്നെ വടകര ടൗണിൽ പോയി അടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ചു. അങ്ങനെ ആദ്യമായിട്ട് പോയത് ഭഗവതിയുടെ മുന്നിൽ തന്നെയാണ്. ഭഗവതി കോട്ടക്കൽ ക്ഷേത്രത്തിൽ പോയി ഭഗവതിയെ തൊഴുതു. അവിടെ ഭദ്രകാളിയും ശിവഭഗവാനും ഒക്കെ ഉണ്ടായിരുന്നു. ഭഗവാനെ എല്ലാവരെയും തൊഴുതു. മനസ്സ് നല്ലോണം തൃപ്തമായി എന്ന് പറയാമല്ലോ. ഒരുപാട് സന്തോഷമായി. അതങ്ങനെയാണല്ലോ, ക്ഷേത്ര ദർശനം നമുക്ക് സമാധാനവും ശാന്തിയും ഒക്കെ പ്രദാനം ചെയ്യുമല്ലോ അല്ലേ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. മുഴുവനായിട്ടും കാടുകൾ കൊണ്ടൊക്കെ മൂടിയിട്ട് നല്ല സ്ഥലമായിരുന്നു. പിന്നീട് ഞാൻ അവിടെ തന്നെയുള്ള തൊട്ടടുത്തിട്ടുള്ള പുത്തൂർ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണു ഭഗവാനെ ദർശിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെയും കുറച്ച് നേരം ചെലവഴിച്ചു, ഭഗവാനെ തൊഴുതു. എന്തായാലും അങ്ങനെ അടുത്ത ക്ഷേത്രത്തിലേക്ക് എൻ്റെ യാത്ര ആരംഭിച്ചു. ഇനി കൂട്ടങ്ങാരം എന്ന സ്ഥലത്തുള്ള കുന്നംകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രമാണ് ഇത്. ഇവിടെയുള്ള കുളത്തിൽ നിറയെ ആമ്പലുകളും പിന്നെ അടുത്തൊക്കെ നല്ല കണിക്കൊന്നയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഭഗവതിയെയും കണ്ട് തൊഴുതു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എല്ലായിടത്തും പകർത്തിയെടുത്തു. യൂട്യൂബിലേക്ക് ഇടാലോ, നല്ലതല്ലേ അല്ലേ. അങ്ങനെ അവിടെ നിന്ന് നേരെ ശിവക്ഷേത്രത്തിലേക്ക്, വില്യാപ്പള്ളി പൊന്മേരി ശിവക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ അവിടെയും എത്തി. അങ്ങനെ ശിവഭഗവാനെ നന്നായിട്ട് തൊഴുതു. ഇവിടെ ഓരോരോ ദേവതമാരുടെയും പ്രതിഷ്ഠകളുണ്ട്, കണ്ടില്ലേ. വിഷ്ണു ഉണ്ട്, ദേവിയുണ്ട്, അയ്യപ്പനുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, ബ്രഹ്മദേവനും ഉണ്ട്. അങ്ങനെ ആദിത്യൻ, നാഗദേവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്നും ഞാൻ പ്രസാദം വാങ്ങി ഇന്നത്തെ ദിവസം സമ്പൂർണ്ണമാക്കി എന്ന് തന്നെ പറയാം. ഇത്രയും ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ചപ്പോൾ മനസ്സൊരുപാട് സന്തോഷമായി. എന്തായാലും ഇനി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ട സമയമായി. മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം. രാധേ കൃഷ്ണ.